ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള മാസ്കർപോൺ ചീസാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചീസ് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. ഈ മാസ്കർപോൺ ചീസ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡബിൾ ക്രീമോ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 250 ml ഒരു ബോട്ടിലും പിന്നെ ഒരു ബോട്ടിലിൻ്റെ പകുതിയും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 350 ഗ്രാമോളം കാണും. ഇനി ഈ ക്രീം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങനീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ ക്രീം നമ്മൾ പാനിലേക്ക് ഒഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ക്രീം ഒന്ന് ജസ്റ്റ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നാരങ്ങ നീരില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ക്രീമിൻ്റെയൊക്കെ ഒരു കളറിൽ കിട്ടണം. ഈ മാസ്കർപോൺ ചീസും ക്രീം ചീസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രീം ചീസ് ഉണ്ടാക്കുന്നത് പാലും നാരങ്ങ ഒഴിച്ചിട്ട് പിരിയിച്ചിട്ടാണ്. പക്ഷേ നമ്മൾ മാസ്കർപോൺ ചീസ് ഉണ്ടാക്കുന്നത് ക്രീമും നാരങ്ങയും കൂടി പിരിയിച്ചിട്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസ്. മാസ്കർപോൺ ചീസ് വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പല ചീസ് കേക്കും അതുപോലെ തിരാമിസു കേക്കൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ക്രീം ചീസിനേക്കാളും കുറച്ചും കൂടി ഒരു ക്രീമി ടെക്സ്ചറും അതുപോലെ ടേസ്റ്റും കിട്ടുന്നത് മാസ്കർപോൺ ചീസിനാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ടും വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്രീമിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ക്രീം കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ്, ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് ഒരു അരിപ്പയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് ഒരു നല്ല ക്ലീൻഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറിലുള്ള തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാസ്കർപോൺ ചീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല നൈസായിട്ടുള്ള ഒരു ക്ലോത്ത് വേണം നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാൻ, എന്നാലേ എക്സ്ട്രാ വരുന്ന വെള്ളമൊക്കെ വാർന്ന് പോവുള്ളൂ. ഇപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ വെള്ളം വാർന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് വെള്ളം വാർന്ന് പോകാനായിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 24 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടണം. ഇതിൻ്റെ മീതേക്ക് നമുക്ക് കട്ടിയുള്ള എന്തെങ്കിലും സാധനം വെച്ചാൽ എക്സ്ട്രാ വരുന്ന വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വാർന്ന് പോയിക്കോളും. അപ്പോൾ ഇത് നമുക്കിനി ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇതിപ്പോൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായ മാസ്കർപോൺ ചീസാണ്. അതിൽ വരുന്ന വെള്ളമൊക്കെ എക്സ്ട്രാ വരുന്ന വെള്ളമൊക്കെ അടിയിൽ വാർന്ന് വീണിട്ടുണ്ട്. ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാതെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ക്രീമായിട്ടുള്ളൊരു ടെക്സ്ചറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും. ഏകദേശം ഒരു മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ മാറിയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ കിട്ടും. കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിയിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ടിന്നിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഈ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള മാസ്കർപോൺ ചീസ് വെച്ചിട്ട് ഞാൻ അടുത്തതായിട്ട് ഒരു തിരാമിസു കേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാനായിട്ട് മറക്കരുത്. സ്റ്റേ ട്യൂൺ. താങ്ക് യു.